കമലിൻ്റെ ഒരു പ്രത്യേകത ഈ സൂപ്പർ താരങ്ങളെയൊക്കെ ഇപ്പോൾ ആശ്രയിക്കും. പക്ഷേ അതങ്ങനെ അവരെ ആശ്രയിച്ച് മാത്രമാണ് തൻ്റെ കരിയറെന്ന് കമൽ പ്രഖ്യാപിക്കുകയില്ല. ഇടവേളകളിൽ അവരെയൊക്കെ എടുത്ത് ഒന്ന് പയ്യൊന്ന് തഴുകും. അവരെ വിട്ടോ ആരെ പറഞ്ഞാൽ മീൻ വെട്ടുമ്പോൾ പൂച്ച നിൽക്കുന്ന പോലെയാണ്. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലാന്ന് ചോദിച്ചാൽ ഇത് സാമർഥ്യമാണോ? സാമർഥ്യമൊന്നുമല്ല. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇവരെ രണ്ടുപേരെയും ഇപ്പം ഞാൻ സഹസംവിധായകനായിട്ടിരിക്കുന്ന കാലം മുതലേ ഇവരായിട്ടുള്ള വളരെ നല്ല ബന്ധമുണ്ട്, സൗഹൃദമുണ്ട്. അപ്പം ഞാനിവരെ ഒരിക്കലും അവരുടെ താരമൂല്യത്തെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സംവിധായകനായിട്ട് സ്വയം അങ്ങനെ മാറാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എനിക്ക് അവരുടെ താരമൂല്യത്തോട് മതിപ്പുണ്ടെങ്കിലും അത് ഉപയോഗിച്ചൊരു സിനിമ ചെയ്യാൻ ഞാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല എന്നുള്ളത് അവർ പ്രതീക്ഷിക്കുന്നില്ല. ഞാനൊരു സിനിമയായിട്ട് അവരെ സമീപിക്കുമ്പോൾ അവരത് ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലും അതിനെക്കുറിച്ച് അവർ പറയാറുമില്ല. ഇപ്പം മമ്മൂക്ക വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ഒരുപക്ഷെ മമ്മൂക്കയുടെ താരമൂല്യത്തെ ഞാൻ എന്താ പറയുക മെരിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സിനിമ കാണിച്ചു തരാൻ മമ്മൂക്ക വേറൊരു സംവിധായകനാണെങ്കിൽ ചിലപ്പോൾ സമ്മതിക്കുന്നുണ്ടാവില്ല. അതെ 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 വേണമെങ്കിൽ ഒരു കോമാളി വേഷം എന്ന് തോന്നാവുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ അവിടെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടറെ നമ്മൾ നമിച്ചേ പറ്റൂ. മമ്മൂക്ക റെസിസ്റ്റ് ചെയ്തോ? ആദ്യം റെസിസ്റ്റ് ചെയ്തൊന്നുമില്ല, ഒരു ചെറിയ ആശങ്ക പറഞ്ഞിരുന്നു. അല്ല അങ്ങനെയല്ല, അതിനൊരു കോമഡി ഉണ്ടായിരുന്നു. അത് ശ്രീനിവാസനാണ് അതിന് തിരക്കഥ. അപ്പോൾ ശ്രീനിവാസനിലുള്ളൊരു വിശ്വാസം കൂടിയുണ്ട്, എന്നിൽ ഉള്ള വിശ്വാസം മാത്രമല്ല. അപ്പോൾ ശ്രീനിവാസനൊരു തിരക്കഥ എഴുതുമ്പോൾ അതിൻ്റേതായ ഒരു നർമ്മത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാവും എന്നുള്ള വിശ്വാസം കൂടിയുണ്ട്. ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് നമുക്കുള്ളിൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എവിടെയോ ഇതൊരു എന്താ പറയുക ആത്മകഥാംശം ഉണ്ടോ എന്നുള്ളൊരു കേട്ടിട്ടുമില്ല, പറഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ ആദ്യമേ തന്നെ അതിനെ ഖണ്ഡിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ കാര്യം കഴിഞ്ഞില്ല, മനസ്സിലായില്ലേ? ഞങ്ങൾ വിശ്വസിക്കുന്ന വേറെ കുറേ ആൾക്കാർ സിനിമയിലുണ്ട്. ശത്രുവിന് 2-3 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ടാവും. ശത്രുവിൻ്റെ പേരൊന്നും പറഞ്ഞില്ല. അന്ന് മലയാള സിനിമയിലുള്ള ചില നിർമ്മാതാക്കൾ, തെന്നിന്ത്യൻ സിനിമയിലുള്ള ചില നിർമ്മാതാക്കളൊക്കെ ഇതിന് മാതൃകയായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് രസിച്ചു, ഭയങ്കരമായിട്ട് സൂചിച്ചു. അന്ന് ഫ്ലെക്സ് അടിക്കുന്ന ഒരു കാലമല്ലായിരുന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഫ്ലെക്സ് അടിച്ചിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് വെച്ചിട്ട് കൈകൂപ്പി നിൽക്കുന്നത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്കത് സുഖിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടർ ഒരു പ്രത്യേകത, അതിനെ തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഒരുപക്ഷെ മമ്മൂട്ടി അന്ന് അദ്ദേഹത്തിൻ്റെ താരമൂല്യം വെച്ച് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ തയ്യാറാവണമെന്നില്ല. അപ്പോൾ അത് തിരിച്ചറിയുന്നു, എനിക്ക് വ്യത്യസ്തമായൊരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളൊരു തിരിച്ചറിവ്, നമ്മളിലുള്ള വിശ്വാസം, ഇതെല്ലാം കൂടിയാണ്. അതുപോലെ തന്നെ മറ്റൊരു ചിത്രം കറുത്ത പക്ഷികൾ, എനിക്ക് തോന്നുന്നില്ല അത്രയും ഡീഗ്ലാമറൈസ്ഡ് ആയിട്ടുള്ളത്. മമ്മൂട്ടിക്ക് എന്തായിരുന്നോ ഉള്ളത് അതിനെയാണ് കമൽ എടുത്ത് കളഞ്ഞത്. ഒരു അന്തക വിത്ത് എന്നൊക്കെ പറഞ്ഞ പോലെ അതിനെ എടുത്ത് തകർത്തിട്ട് നിർവീര്യമാക്കി. അതെ അതെ മമ്മൂട്ടി ഇങ്ങനെയൊന്നും ഒരുപക്ഷെ ഒരാൾ സങ്കല്പിച്ചിട്ടുണ്ടാവില്ല, അതിന് മുമ്പോ അതിന് പിമ്പോ. എങ്ങനെയാണോ ഞങ്ങൾ മമ്മൂട്ടിയെ കാണരുതെന്ന് വിചാരിക്കുന്ന ആ രൂപത്തിലേക്ക് മമ്മൂട്ടിയെ മാറ്റി. അദ്ദേഹമാണ് ഈ കഥാപാത്രത്തെക്കുറിച്ച് എന്നോട് ആദ്യം പറയുന്നത്. അതായത് ഞങ്ങൾ രാപ്പകൽ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞിട്ട് ഒരു സിനിമ ചെയ്യുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ മമ്മൂക്കോട് ചോദിച്ചു, മമ്മൂക്കാക്ക് ഏത് തരം കഥാപാത്രത്തെ അവതരിപ്പിക്കാനാണ് ഇഷ്ടം? കാരണം ചിലർക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെ. ഇപ്പോൾ ഞാൻ പറയുന്നത് വലിയ സൂപ്പർ നായകനായിട്ടല്ല, സൂപ്പർ ഹീറോസ് അല്ല, അല്ലാത്തൊരു സാധാരണ മനുഷ്യൻ്റെ ഒരു കഥാപാത്രത്തെ. അപ്പോൾ അദ്ദേഹം കുറച്ച് നേരം ആലോചിച്ചിട്ട് നമുക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത്, താൻ കണ്ടില്ലടൂ, നമ്മുടെ നാട്ടിൽ കുറേ തമിഴന്മാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് കാണാം, അന്ന് ഈ കറുത്ത സമയത്ത് അത്ര ആയിട്ടില്ലെങ്കിൽ പോലും പല മേഖലകളിൽ ജോലി ചെയ്യുന്ന തമിഴന്മാരുണ്ട്. ഇവർ മലയാളം പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. കുറേ കാലം ഇവിടെ നിൽക്കുമ്പോൾ തമിഴും മലയാളവും കലർന്നിട്ടൊരു മലയാളം പറയുന്ന ഒരു രീതിയുണ്ട്, അതിനൊരു പ്രത്യേകത ഇല്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു, നമുക്ക് പറഞ്ഞത് ശരിയാണ്. കാരണം എൻ്റെ വീട്ടിൽ തേക്കാൻ വരുന്ന ഒരാളുണ്ട്, മനസ്സിലായില്ലേ? ഇത് തന്നെയാണ്. അപ്പോൾ വീട്ടിൽ സ്ഥിരമായിട്ട് ആഴ്ചയിലൊരിക്കൽ തേക്കാൻ വരും. മിക്കവാറും വണ്ടി എൻ്റെ വീട്ടിലിട്ടിട്ടാണ് അദ്ദേഹം പോവുക. പല സ്ഥലത്തും തേപ്പ് കഴിഞ്ഞിട്ട് രാത്രി വണ്ടി അവിടെ കോമ്പൗണ്ടിൽ ഇട്ടിട്ട് അദ്ദേഹം പോകും. നെക്സ്റ്റ് ഡേ മോർണിംഗ് വന്നിട്ട് എടുത്തിട്ട് പോകും. അങ്ങനെ ഒരു തേപ്പുകാരനുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് പറഞ്ഞിടും അത് പിടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും പറയുന്നത് മമ്മൂക്ക തന്നെയാണ് ആ കഥാപാത്രം ഉണ്ടാകാനുള്ളൊരു കാരണം. അതുകൊണ്ട് അതിൻ്റെ ഗ്ലാമറിനെ കുറിച്ച് നമുക്ക് ആലോചിച്ചിട്ട് ബേജാറായിരുന്നില്ല. അദ്ദേഹം തന്നെയാണ് അങ്ങനെ മേക്കപ്പ് ചെയ്ത് വന്നത്, അല്ലാതെ ഞാൻ പറഞ്ഞിട്ടല്ല അദ്ദേഹം അങ്ങനെ.